ആദ്യ ദിനം നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്, എന്തൊക്കെയാണ് വിലയിരുത്താൻ കഴിഞ്ഞത്? ഞങ്ങൾ കണ്ണൂർ സെൻട്രൽ പ്രison കാണാൻ പോയി. ഗോവിന്ദചാമി താമസിച്ചിരുന്ന സെല്ല് കണ്ടു. ആ സെല്ലിൽ നിന്ന് അയാൾ എങ്ങനെ എസ്കേപ്പ് ചെയ്തു ജയിൽ അധികൃതർ നമുക്ക് പറഞ്ഞു തന്നു. ജയിലിലെ വലിയ തിക്കായിട്ടുള്ള കമ്പി അറുത്ത് മാറ്റി. ഒരുപക്ഷെ എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും അങ്ങനെ ഒരു ആയുധം അയാളുടെ കിട്ടിയത് വളരെ തെറ്റായിപ്പോയി. അതൊരിക്കലും അതിന് അവസരം ഉണ്ടാകരുതാഞ്ഞു. ആരുടെ വീഴ്ചയാണ്, എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. ഏതായാലും ദിവസങ്ങൾ എടുത്ത് കാണും. 6 സ്ഥലത്ത് മുറിച്ചിട്ടുണ്ട് കമ്പി. അങ്ങനെ 3 കമ്പിയുടെ 2 വശം അറുത്താണ് അയാൾ എസ്കേപ്പ് ചെയ്ത്. അപ്പം പൂച്ചയൊക്കെ കയറാണ്ടിരിക്കാനായിട്ട് അവിടെ നൂലുകൊണ്ടൊക്കെ കെട്ടിയിരുന്നു. അപ്പം ഈ കെട്ടിയിരുന്നു കൊണ്ട് ഈ അറുത്ത് മാറ്റുന്ന ഭാഗം ഇരുമ്പ് കമ്പി അറുത്തോണ്ടിരിക്കുന്നത് ഹൈഡ് ചെയ്തപ്പെട്ടു. അത് മറഞ്ഞിരുന്നു. അതുകൊണ്ട് ജയിൽ അധികൃതർ അത്ര ശ്രദ്ധിച്ചില്ല. 2-3 ബാരൽ കൊണ്ട് വലിയ മതിലിൻ്റെ അടുത്ത് വെച്ച് അയാൾ അവിടെ ഉണ്ടായിരുന്ന തുണികളെല്ലാം എടുത്തുകൊണ്ടുപോയി റോപ്പ് കെട്ടി ഈ ബാരലിൽ കെട്ടി മുകളിൽ കയറി ചാടുകയാണ് ചെയ്തത്. അപ്പം 3 മണിക്കൂർ ഫ്രീ ആയിട്ട് ജയിലിൽ രാത്രി 1 മണിക്ക് നടന്ന ഒരാളെ ഡിറ്റക്റ്റ് ചെയ്യാൻ ഒരു എക്യുപ്മെൻറ്റും സാധിച്ചില്ല. അതൊരു പാളിച്ച തന്നെയാണ്, ഒരു വീഴ്ചയാണ്. ഇപ്പോൾ ജയിലിൽ വന്ന് കണ്ടപ്പോൾ ശരിക്കും എന്തൊക്കെ തോന്നി? അല്ല, ഞാൻ പല പ്രാവശ്യം ജയിലിൽ നേരത്തെ പോയിട്ടുണ്ട്. ഇവിടെ ഈ പർട്ടിക്കുലർ പേഴ്സൺ, അതായത് നമ്മുടെ ചാമി താമസിച്ച സെല്ലിൽ നിന്ന് ചാമി പുറത്ത് അറുത്ത് ഇറങ്ങി വന്നു എന്ന് പറയുന്നതിൽ ഇച്ചിരി അത് തെളിയിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. എങ്ങനെ അറുത്തു അതിൽ അടങ്ങിയിട്ടുണ്ട്. ഞങ്ങളത് പരിശോധിക്കും. കാര്യമായ അന്വേഷണ വിധേയമായ സംഗതിയാണ്. ജസ്റ്റിസ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്കും സ്വല്പം അത്ഭുതകരം എന്ന് തോന്നി. യഥാർത്ഥത്തിൽ അത് തന്നെ പുനസ് പറഞ്ഞാൽ അത്ഭുതകരമാണ് അയാൾ എസ്കേപ്പ് ചെയ്തത്. അതുപോലത്തെ ഒരു ജോലി ചെയ്ത് അയാൾ അതിൽ എസ്കേപ്പ് ചെയ്തു. അത് ആ ആയുധമാണ് അതിൻ്റെ സഹായിച്ചത്. പിന്നെ സസ്റ്റൈൻഡ് ആയിട്ടുള്ള വർക്കും ചെയ്തിട്ടുണ്ട് അത് ചാടാനായിട്ട്. ഏതായാലും അന്വേഷണം തുടരുകയാണ്. കണ്ണൂർ ജയിലിൽ മാത്രമല്ല എല്ലാ ജയിലുകളിലും പരിശോധന നടത്താൻ തന്നെയാണ് കമ്മിറ്റിയുടെ തീരുമാനം.